ലേറ്റായി ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോറി. നമ്മൾ കഴിഞ്ഞ ദിവസത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ാണോ വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, നമ്മള് കളക്റ്റീവ് ബാർഗൈനിങ് അല്ലെ എവിടം വരെയാണ് നിർത്തിയത് അല്ലേ? തുടങ്ങിയല്ലേ? നമുക്ക് നെക്സ്റ്റ് എടുക്കേണ്ടത് കുറച്ച് 2 പോയിന്റ് കൂടി നമുക്ക് എടുക്കാറുണ്ട് അല്ലെ? പ്രോബ്ലംസിന്റെ 5th പോയിന്റ് തുടങ്ങിയിട്ടാണ്. Active function. നമ്മൾ കണ്ടായിരുന്നു എന്താണ് പ്രോബ്ലംസ്, വ്യത്യസ്തരത്തിലുള്ള പ്രോബ്ലംസുകൾ യൂണിയനുകൾ എന്തായാലും അതിനതിൻ്റെതായിട്ടുള്ള കുട്ടികളുമുണ്ട്. എംപ്ലോയീസിന് ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അവരുടെ റൈറ്റ്സുകൾ നേടിയെടുക്കാനായിട്ട് യൂണിയൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില രീതിയിൽ പ്രോബ്ലംസ് വരുത്തി തീർക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 6th പോയിന്റ്, ഇനാക്റ്റീവ് ഫംഗ്ഷൻ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യലി ഒക്കെ വലിയ സൗണ്ട് ഒന്നും ഇല്ലാത്ത യൂണിയനുകളൊക്കെ ആണെങ്കിൽ, അധികം നല്ലൊരു ലീഡർഷിപ്പ് ഒന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണ് എന്താ പറയുക, ഡൗൺ ആയിട്ട് കിടക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെയായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ if unions have poor financial conditions, they cannot function properly. That is the inactive way. അവർക്ക് ഫിനാൻസ് ഒന്നും ഇല്ല, ഈ പറഞ്ഞ മാതിരി വാക്സിൻ തരാനോ എന്തെങ്കിലും അല്ലെ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ശേഷിയൊന്നും ഇല്ല എങ്കിൽ അവര് തീർച്ചയായിട്ടും എന്താണ് അതിനാക്റ്റീവായിട്ടായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. സോ എന്താണ് അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഫംഗ്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ യൂണിയൻ അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫണ്ടൊക്കെ അവിടെ ആവശ്യമായിട്ട് വരും. സോ അല്ലാത്തതൊക്കെ ആണെങ്കിൽ ഇനാക്റ്റീവ് ഫംഗ്ഷൻസ് ആണ്. The workers become demotivated and the performance of the union goes down. Become demotivated. Workers ആണെങ്കിൽ ഈ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നും ഇല്ല എന്നുള്ള കൺസെപ്റ്റ് അവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് അവര് യൂണിയനിൽ തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ തന്നെ താല്പര്യം ഉണ്ടാവും അല്ലെ? അങ്ങനെ അവസാനം അത് ഡൗണായി പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇനി 7th പോയിന്റ് നോക്കുകയാണെങ്കിൽ വിക്ടിമൈസേഷൻ. എന്താണ് വിക്ടിമൈസേഷൻ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞ 4th 5th പോയിന്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ചെറിയ യൂണിയനുകളൊക്കെ ആണെങ്കിൽ അതിന്റെ മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ഒക്കെ കുറവായിരിക്കും. അങ്ങനെ ഫിനാൻഷ്യലി പൊസിഷൻസ് കുറവാണെങ്കിൽ അവർക്ക് വലിയ വലിയ പരിപാടികളൊന്നും മാനേജ് ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല എന്നൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അവിടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും അവിടെ പകർന്നുകൊണ്ട് യൂണിയനുകൾക്ക് പ്രത്യേകം കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല അല്ലെ? ഇനി ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് വിക്ടിമൈസേഷൻ ആണ്. This word simply means that a certain person is a victim of
has been blamed for oppressed and unfair behavior. ഓക്കെ, നമുക്കറിയാം ചിലപ്പോഴൊക്കെ ചില യൂണിയനിലൊക്കെ യൂണിയന്റെ മെമ്പർ ആണത് അല്ലെ, ആ ഒരു കൺസെപ്റ്റില് തന്നെ മറ്റ് സഹപ്രവർത്തകരൊക്കെ എന്താണ് അവരോട് പെരുമാറാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ചില വേർതിരിവ് അല്ലെ, മലയാളം മീനിങ്ങിൽ പറയുകയാണെങ്കിൽ ഒരു വേർതിരിവ്, അവർക്ക് ഒരു വിക്ടിമൈസേഷൻ ആ ഒരു പേഴ്സണ് ഇന്ന യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത് കൊണ്ട് എന്നുള്ള രീതിയിൽ ഒരു വേർതിരിവ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവാം. These include insisting an employee regularly to separate himself from the union and its activities discrimination only because he is a member of a trade union, severely punishing an employee's. ഓക്കെ, നമുക്കറിയാം ചിലപ്പോൾ അതിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത മെമ്പറാണ് എന്നുള്ള ഒരു മൈൻഡില് സഹപ്രവർത്തകർക്ക് തൊഴിലുടമയാണെങ്കിലും അവരോട് കഠിനമായിട്ടുള്ള രീതിയിൽ പണിഷിങ് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവാം. അത് എല്ലായിടത്തും ഉണ്ടാവുന്നില്ല അല്ലെ, യൂണിയൻ നല്ല സ്ട്രോങ് ആണെങ്കിൽ അങ്ങനെയൊന്നും നടപ്പാക്കില്ല അല്ലെ. അതേസമയം യൂണിയൻ അത്ര സ്ട്രോങ് ആയിട്ട് നിലകൊള്ളാത്തവരൊക്കെയാണ് ഇങ്ങനെ യൂണിയന്റെ മെമ്പർഷിപ്പും ഉണ്ടായെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ഒരു വേർതിരിവ് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവും. അവരെ ഒന്ന് ഒറ്റപ്പെടുത്താനായിട്ടുള്ള സാധ്യതകൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട്. ഇതാണ് വിക്ടിമൈസേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ട പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് ഹെഡിങ്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഇതാണ് അല്ലെ, അതില് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു പ്രോബ്ലംസ് ഓഫ് ട്രേഡ് യൂണിയനില് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വരാനായിട്ടുള്ള സാധ്യത. മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അതാണ്, ഒരു പൊളിറ്റിക്കൽ സ്വാധീന ശക്തി അവിടെ സ്ഥാപിച്ചെടുക്കാനായിട്ട് ചിലപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിലുള്ള അല്ലെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവാം. മൾട്ടിപ്പിൾ യൂണിയൻസുകൾ ഉണ്ടാവാം. യൂണിയൻ റൈവലറി, അവിടെ എന്താണ് യൂണിയനിൽ തന്നെ എന്തെങ്കിലും പോരുകൾ അല്ലെ പരസ്പരം തന്നെ വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇന്റർ യൂണിയൻ റൈവലറിയുമായിട്ട് ഇൻട്രാ യൂണിയൻ റൈവലറിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത അല്ലെ ഒരു കണക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ അവിടെ ചെറിയ സൈസുകളുടെ എപ്പോഴും കാണുന്ന ഒരു പോയിന്റ്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് അവരുടെ ഒരു അല്ലെ അവരുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെ അവര് കൊടുക്കുന്ന പരിസംഖ്യ, അതാണ് സാധാരണയായിട്ട് അവർക്ക് ഫണ്ട് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. മെമ്പർഷിപ്പ് എത്രത്തോളം പേരുണ്ടോ അപ്പൊ അത്രത്തോളം പേരുടെ സബ്സ്ക്രിപ്ഷൻ അല്ലെ അവരുടെ കുറച്ച് എമൗണ്ട് കേസ് ചിലപ്പോഴെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്തുള്ള ഒരു പരിസംഖ്യയ്ക്കായിരിക്കും അവർക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അപ്പൊ കുറച്ചുള്ള മെമ്പർഷിപ്പെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഫണ്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുള്ളൂ. ആക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂണിയനൊക്കെ നിലച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് പോയിന്റ് വിക്ടിമൈസേഷൻ. ഓക്കെ അല്ലേ? അല്ലേ, നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഒക്കെ വളരെ കുറവാണ്. ആ ഒരു point membership subscription is the main source of income for trade union. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. അതർ സോഴ്സ് എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നോട്ട് ചെയ്തേരെ. ഡൊണേഷൻസ് ഓഫ് മാഗസിൻസ് ഹാൻഡ് ഔട്ട്സ് ഇതൊക്കെ ആണ് അതർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം, കളക്റ്റീവ് ബാർഗെയിനിങ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാറോ? കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ എന്താ പറയുന്നത് നോക്കാം. കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ളത് നമ്മുടെ ഇടയ്ക്ക് ഒരു ഇതിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ് അല്ലെ, ഒരു പോയിന്റ് ചെറിയ പോയിന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമ്മളുടേതായ എംപ്ലോയീസിന്റേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ, എംപ്ലോയറുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ, അതേപോലെ തന്നെ ഗവൺമെന്റും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ അവിടെ ഇതല്ലേ മതപ്രതിവാദങ്ങൾ ഉദ്ദേശിച്ച് തന്നെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു ദേശീയമാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം വിലപേശി നേടിയെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവരവരുടെ അവകാശങ്ങൾ വിലപേശി നേടിയെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്, the concept of a collective bargaining was first originated by Sidney and Beatrix Weber in Britain and also by Congress in the USA. അപ്പൊ ഇത് എവിടെയാണോ ഒറിജിനേറ്റ് ചെയ്തത്, അത് ഡെവലപ്പ് ചെയ്ത് വന്നത് സിഡ്നി ആൻഡ് ബിയാട്രിക് വെബിലാണ്. പിന്നെ
അവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ഓൾസോ അവിടെയെല്ലാം ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്. കളക്റ്റീവ് ബാർഗെയിനിങ് ഒരു നല്ലൊരു ഇതാണ്. കാരണം ചർച്ച നടത്തിയിട്ട് ഇരു കൂട്ടർക്കും ഫേവറബിളായ രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു നെഗോഷിയേഷൻ, ചർച്ചകൾ സംഘടിപ്പിച്ചിട്ട് അവരവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ. അപ്പൊ നമുക്കറിയാം വാദപ്രതിവാദങ്ങൾ അവിടെ വരും, അല്ലെ? ആരെന്തെങ്കിലും വാദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് അനുയോജ്യമായിട്ടുള്ള സൊല്യൂഷനായിട്ട് കണ്ടെത്താനായിട്ട് ചിലപ്പോ എന്തെങ്കിലും എവിഡൻസ് കൊടുക്കുമ്പോൾ ആ എവിഡൻസിന് അപ്പുറം മറ്റൊരു എവിഡൻസ് ചിലപ്പോൾ എതിർഭാഗത്തു നിന്നും കാണിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അവസാനം നമുക്കറിയാം ഇരുകൂട്ടർക്കും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ, അല്ലെ? ഇരുകൂട്ടർക്കും ഒരുപാട് സഫർ ചെയ്യാത്ത തക്കത്തിൽ ഒരു എഗ്രിമെന്റിലേക്കാണ് എത്തിപ്പെടുന്നത്. ഇതാണ് ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ്ങില്. അപ്പൊ അത് ഒറിജിനേറ്റ് ചെയ്തത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കുക, സിഡ്നി ആൻഡ് ഗിയാട്രിക്കിലാണ്. Okay, that the collective bargaining can be split into two words, that is a collective and a bargaining. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് രണ്ട് വേർഡ്സ് ആണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കളക്റ്റീവ് ആയിട്ട്, then bargaining എന്നുള്ളത്. It is a collective process because the issues associated with the employment terms and conditions are resolved by the representative of employees and the management. ഓക്കെ, നമുക്കറിയാം ഇഷ്യൂസുകൾ എല്ലാവർക്കും ഉണ്ടാവും. നേരത്തെ ഡിസ്കസ് ചെയ്തു. ഒരു ഇൻഡസ്ട്രിക്ക് ആകുമ്പോൾ തൊഴിലാളികൾക്കും തൊഴിലുടമയ്ക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഗവൺമെന്റ് നമ്മുടെ മെയിൻ ആക്ടേഴ്സിന് വിശേഷിച്ചപ്പോൾ ആ മൂന്ന് കൂട്ടരും മെയിൻ ആക്ടേഴ്സ് തന്നെയാണ്. അവർക്ക് മൂന്ന് കൂട്ടർക്കും എന്തെങ്കിലും ഇഷ്യൂസുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവരെ റെപ്രസെന്റേറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും വാദപ്രതിവാദത്തിനൊക്കെ മുതിർന്നു വരുന്നത്, അല്ലെ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് കളക്റ്റീവ് പ്രോസസ് ബിക്കോസ് ദ ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് എംപ്ലോയ്മെന്റ്, അല്ലെ? എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട ആ ടേംസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസുകൾ ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതിന്റെ സൊല്യൂഷൻ, അല്ലെ, റിസോൾവ്ഡ് ബൈ ദ റെപ്രസെന്റേറ്റീവ് ഓഫ് എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ്. അവർ ഒന്നിച്ചു നിന്ന് തൊഴിലാളികളും അതേമാതിരി തന്നെ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ്, ഇൻ കേസ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് യൂണിയനുകളായിരിക്കാം ചിലപ്പോൾ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്നത്. അവർ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് അവിടെ സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. അപ്പോ രണ്ട് വേർഡ്സുകൾ ഉണ്ടെന്നുള്ളത് കാര്യം ഓർത്ത് വെക്കുക. കളക്റ്റീവ് ആൻഡ് ബാർഗെയിനിങ്. വീണ്ടും നോക്കാം. ഇറ്റ് ഈസ് എ ബാർഗെയിനിങ് പ്രോസസ് ബിക്കോസ് മെത്തേഡ്സ് ലൈക്ക് നെഗോഷിയേഷൻസ്, ഡിസ്കഷൻസ്, എക്സ്ചേഞ്ച് ഓഫ് ഫാക്ട്സ് ആൻഡ് ഐഡിയാസ് ആർ യൂസ്ഡ് ടു സോൾവ് ആൻ ഇഷ്യൂസ്. ഓക്കെ, ബാർഗെയിനിങ് പ്രോസസ് ഡെലിഗേഷൻ ഒരു പ്രോസസ്സാണ് ഇവിടെ നടപ്പാക്കുന്നത്. അത് എവിടെ എങ്ങനെ ഏത് പ്ലാറ്റ്ഫോമിലാണ് ചിലപ്പോൾ ചർച്ചകൾ നടത്തിയിട്ടായിരിക്കും അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ ഡിസ്കഷനിലൂടെയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളൊക്കെ പരസ്പരം കൈമാറ്റം ചെയ്തിട്ടോ ഐഡിയാസ് ഒക്കെ കൈമാറ്റമൊക്കെ ചെയ്തിട്ടാണ് അതിന് ഒരു സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. അതായത് പ്രോബ്ലംസിന് ഒരു പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. ഓക്കെ, പൊതുവെ നമുക്കറിയാം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ഒരു ഫസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ചർച്ചകൾ തന്നെയാണ്. ശരിയാണോ? എവിടെയും അങ്ങനെ തന്നെയാണ്, അല്ലെ? വീടുകളിൽ പ്രശ്നം ഉണ്ടായാലും ഇൻ കേസ് ഇൻഡസ്ട്രികളിൽ പ്രശ്നം ഉണ്ടായാലും ഒരു ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ചർച്ചകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെ? യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു രീതിയല്ലേ ഇത്? അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് പ്രശ്നം, അല്ലെ? സൊല്യൂഷൻസ് പരസ്പരം ഡിസ്കഷൻ ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ കൈമാറ്റം ചെയ്തതിൽ ഇതിന് ശരിയെന്നാണ്, അല്ലെ? അങ്ങനെ തീരുമാനമെടുക്കുന്നതാണ് യഥാർത്ഥത്തിന് നടപ്പാവുന്ന ഒരു കാര്യം. In collective bargaining, both the parties cooperate to find a solution to the problem as a group rather than as an individual. തീർച്ചയായിട്ടും നമുക്കറിയാം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെങ്കിൽ, അല്ലെ, ഇരു കൂട്ടരും അവിടെ നല്ല കോപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കണം. ഒരു കൂട്ടര് സഹകരിക്കും. ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൂട്ടരെ വിട്ട് തന്നു കഴിഞ്ഞാൽ ചർച്ച മുന്നോട്ട് പോകും. അപ്പോ ചർച്ച നടത്താമെന്ന് ഒരു ഡേറ്റ് ഒക്കെ തീരുമാനിച്ച് നമ്മള് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. ഒരു ഭാഗംകാര് അതില് വിട്ടു നിൽക്കുകയാണെങ്കിൽ ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ചർച്ചകൾ പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല, അല്ലെ? വാദപ്രതിവാദങ്ങൾ രണ്ട് വിഭാഗവും ഉണ്ടാവണം. വരില്ലേ? മാത്രം പറഞ്ഞാൽ മതിയോ? എന്റെ ഭാഗം വേണ്ടേ?
ഞാൻ മാത്രം സംസാരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ കേട്ടിരുന്ന് പോരടിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടയ്ക്കുന്നത്. എന്താ പറയുക, കണ്ടില്ലെങ്കിൽ നമ്മള് ഒന്നിച്ച് തന്നെ മൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അവിടെ വാദപ്രതിവാദത്തിന് ഇരുകൂട്ടരും പ്രസന്റ് ആണ് അല്ലെ. അവിടെ അവസാനം നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബോത്ത് പാർട്ടീസ് കോർപ്പറേറ്റ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ അല്ലെ. സഹകരിച്ചുകൊണ്ട് ഇരുകൂട്ടരും നല്ല രീതിയിൽ സഹകരിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്, അവിടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒന്നിച്ച് നിന്ന് സഹകരിച്ചിട്ടാണ് ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നത്. അതായത് ഇഷ്യൂസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് അതിൽ നിന്ന് ഒരു സൊല്യൂഷൻസ് കണ്ടെത്തും. There is a not direct confirmation between the groups. അവിടെ പറയുന്നുണ്ട് there is no direct confirmation between the groups അല്ലെ. അവിടെ ഡയറക്റ്റ് ആയിട്ടൊന്നും നമ്മൾ അല്ലെ ചിലപ്പോൾ ഒരു മധ്യസ്ഥരൊക്കെ വെച്ചിട്ടായിരിക്കും അവിടെ ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻ ഒക്കെ നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഡിസ്കഷൻ നടത്തി കഴിയുമ്പോഴാണ് അവിടെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, in our daily lives while purchasing vegetables or fruits from the market, everyone includes in the negotiations and bargaining with the vendor to fetch the best price ideally. Right? അതായത് നമ്മളിപ്പോ ഒരു വെജിറ്റബിൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വെജിറ്റബിൾ ഷോപ്പിൽ പോയിട്ട് അവിടെ വാടിയും പച്ചക്കറിയൊക്കെ ആണ് നമുക്ക് തരണമെങ്കിൽ എന്താണ് അത് തീർച്ചയായിട്ടും നമ്മള് അവിടെ വെണ്ടറോട് പറയും അല്ലെ, ഇത് വാടിയതാണ്, ഇത്രയും വിലയ്ക്ക് എനിക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെ പറയില്ലേ, പറയോ? കിട്ടിയതായ വെജിറ്റബിൾ ചോദിക്കുന്ന പൈസയും കൊടുക്കും, എങ്ങനെയായിരിക്കും? അല്ല അല്ലെ. നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ പൈസയ്ക്ക് മൂല്യത്തോടു കൂടി കൈകാര്യം ചെയ്തവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ വെജിറ്റബിൾ ഓക്കെ നല്ലതാണോ ഫ്രഷ് ആണോ എന്ന് വിലയിരുത്തി അതിനാവശ്യമായിട്ടുള്ള ഫണ്ടാണോ പേയ്മെന്റ് ആണോ നമുക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതനുസരിച്ചിട്ട് തന്നെയായിരിക്കും പേയ്മെന്റ് തരുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരു ബാർഗെയിനിങ് വരുന്നുണ്ട്, വിലപേശൽ വരുന്നുണ്ട് അല്ലെ. ഇവിടെ ഒരു ചർച്ച എന്ന് പറയുന്നത് ആ വെണ്ടറും ആ കസ്റ്റമറും തമ്മിലാണ് ചർച്ച വരുന്നത്. ഇത് ഓക്കെ കുഴപ്പമില്ലാത്തതാണ്, റീസണബിൾ പ്രൈസ് ആണെങ്കിൽ നമ്മളത് കൊടുക്കും. അതല്ല അത് മോശമായിട്ടുള്ള വെജിറ്റബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പ്രതികരിക്കും അല്ലെ. തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യും, ഇത് മോശം വെജിറ്റബിൾ ആണ്, ഇത് ഇത്രയും വില നമുക്ക് തരാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അവര് ഓക്കെ എങ്കിൽ ശരി നിങ്ങൾ ഒരു 5 രൂപ കുറച്ചോ അങ്ങനെയൊക്കെയുള്ള ഒരു എഗ്രിമെന്റിലേക്ക് എത്തും. അത് തന്നെയാണ് ഒരു സംഭവം നടപ്പാവുന്നത്. ബാർഗെയിനിങ് പ്രോസസ്സിലും നടപ്പാകുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വെജിറ്റബിൾ ഷോപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. Similarly, various types of negotiations are found in the work environment related to problems of employees, which can be termed as a collective bargaining. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യം അല്ലെ. ഇത്തരത്തിൽ നമ്മള് പൊതുവെ അല്ലെ എല്ലാ ഭാഗത്തും എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രോബ്ലംസും നമ്മളിപ്പോ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തുതീർപ്പുണ്ടാവുന്നത് തീർച്ചയായിട്ടും പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു രീതിയാണ്. ആ ഒരു ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. The objective of this process is to establish a win-win condition of employment for the representative of employees and employees. Okay, win-win condition എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ഒരു തൊഴിൽ സ്ഥലത്താണെങ്കിൽ തൊഴിലുടമയും തൊഴിലാളികളും അല്ലെ ഇരു കൂട്ടർക്കും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ വന്നാലല്ലേ അത് എഗ്രിമെന്റിലേക്ക് എത്തുകയുള്ളൂ. ആണോ? ശരിയാണോ? നമ്മളൊരു എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടണമെങ്കിൽ തൊഴിലാളികൾക്കും തൊഴിലുടമയ്ക്കും ഒരേപോലെ ഫേവറബിൾ ആവണം അല്ലെ. അധികം റിസ്ക് എടുക്കാൻ തൊഴിലുടമയും തയ്യാറാവില്ല, തൊഴിലാളികളാണെങ്കിലും അധികം റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല അല്ലെ. അവര് അവകാശങ്ങൾ അവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് അവര് പരിശ്രമിക്കും ഇല്ലേ, അങ്ങനെ ഉണ്ടാവില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇരു കൂട്ടർക്കും ഒരേപോലെ എന്താണോ അവകാശപ്പെട്ടത് അത് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് എഗ്രിമെന്റിലേക്ക് എത്തുന്നത്. So the objective of this process is to establish a win-win condition of employment for the representative of employees and employees. അപ്പൊ തൊഴിലുടമയുടെ ആണെങ്കിലും തൊഴിലാളികളുടെ ആണെങ്കിലും റെപ്രസെന്റേറ്റീവ്സ് നമുക്കറിയാം യൂണിയനുകളും മാനേജ്മെന്റും അവരുടെ കണ്ടീഷൻസ് ഒരേപോലെ തന്നെ സ്ഥാപിച്ചെടുക്കുമ്പോൾ അവരുടെ കണ്ടീഷൻസ് ഒരേപോലെയായിട്ട് വലിയ കുഴപ്പമില്ലാതെ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും അവിടെ ആ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് അവസാനിക്കുന്നത്. It represents a democratic decision making which is for the people, of the people and by the people. ഡെമോക്രാറ്റിക് ഒരു ഡിസിഷൻ മേക്കിംഗ് ആണെന്ന് പറയുന്നത് കാരണം എന്താണത് നമുക്കറിയാം. നമ്മളിപ്പോ എന്തെങ്കിലും അവകാശങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള
അല്ലെ, സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ എവിഡൻസ് വേണം. അതേമാതിരി തന്നെ അവരും അല്ലെങ്കിൽ എംപ്ലോയർ, ഇപ്പൊ തൊഴിലുടമയാണെങ്കിൽ തൊഴിലുടമയുടെ ഭാഗത്ത് മാനേജ്മെന്റും എന്തെങ്കിലും കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവരും അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഡിസ്കഷൻ നടക്കുന്നു. അപ്പൊ അവിടെ പരസ്പരം എന്താണ് ഈ പറഞ്ഞ ഫാക്ടുകൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളൊക്കെ കൈമാറ്റം ചെയ്യുന്നു. പരസ്പരം അവരുടേതായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ അവിടെ മാഗ്മാറ്റിക് ആയിട്ട് നാണയീയമായിട്ട് അവരെ അവതരിപ്പിക്കുന്നു. which is for people, of the people and by the people. തീർച്ചയായിട്ടും നമുക്കറിയാം അത് എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലെ, എംപ്ലോയീസിന് മൊത്തത്തിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മാനേജ്മെന്റ് തൊഴിലാളികൾ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് അവരാൽ തന്നെയാണ് അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നത് അല്ലെ. പരസ്പരം അതിലേക്ക് വേറെ ഒന്നും അല്ല പറഞ്ഞത്, അവർ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഒരു ഫൈനലൈസേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. ഇത് ഉണ്ടാക്കുന്നത് പീപ്പിൾസ് തന്നെയാണ്, പീപ്പിൾസിനാൽ തന്നെയാണ് അത് അവതരിപ്പിക്കുന്നത്. അവരുടെ ഫൈനലൈസേഷൻ എത്തുന്നത് പീപ്പിൾസിന് വേണ്ടിയിട്ടാണ്, വേണ്ടിയിട്ടാണ് അവിടെ ആ എഗ്രിമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്ത് അവസാനിപ്പിച്ച് നമ്മൾ നടപടികളിലേക്ക് പോകുന്നത്. ഇത്രയും പറയേണ്ട ആവശ്യകത ഇല്ല അല്ലെ. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് അതൊക്കെ ഏകദേശം നേരത്തെ കൂട്ടി തന്നെ മനസ്സിലാകുന്നുണ്ട്. എനിവേ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ അത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്ങിലും അതേമാതിരി തന്നെ പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്ങിലൊക്കെ തന്നെയാണ് ഡിസ്കഷൻ ഉള്ളത്. അപ്പൊ പരമാവധി എന്താ പറയാ, ബോറടിക്കാതെ ഇരിക്കുന്നതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഷെയറിങ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് അവിടെ വ്യക്തികൾ അല്ലെ, ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ്സ് ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഇതില് കുറച്ചൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോകുക. വിൻ കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആണ്, മാഗ്മാറ്റിക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റേജിനെ നമുക്ക് വേണമെങ്കിൽ ഓഫ് ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിളിനെ വിശേഷിപ്പിക്കാം. എന്നൊക്കെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് പോവുക. അക്കോർഡിംഗ് ടു ഡെയിൽ യോട്ടം അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ കളക്റ്റീവ് ബാർഗൈനിങ് എന്താണ് വിശേഷിപ്പിക്കുന്നത്? Okay, collective bargaining is essentially a process in which employees act as a group in seeking to shape conditions and relationships in their employment. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. Okay, in which employees act as a group in seeking to shape conditions. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയിരിക്കണം. അതായത് അവരുടെ കണ്ടീഷൻസ് ഒക്കെ, വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ വെച്ച് എംപ്ലോയീസ് ആക്ട് ആസ് എ ഗ്രൂപ്പ് ഇൻ സീക്കിംഗ് ടു ഷേപ്പ് കണ്ടീഷൻസ്. അവരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്താണ് അവരുടേതായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഫുൾഫില്ല് ചെയ്യാൻ ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ ഹിയർ എംപ്ലോയ്മെന്റ്, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് അവർക്ക് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്. ഇൻ കേസ് നമുക്കറിയാം ഒരു മീഡിയേറ്റർ ഇല്ലെങ്കിൽ യൂണിയനുകളൊന്നും ഇല്ലെങ്കിൽ നേരിട്ട് തൊഴിലുടമയായിട്ട് അവിടെ എന്താണ് നേരിട്ട് തന്നെ അവിടെ വാദങ്ങൾ ഉപയോഗിക്കേണ്ടത് അല്ലെ. നമുക്ക് മതിയായ രീതിയിൽ വിളിച്ചില്ല, ഇത്തരം ഡ്യൂട്ടികളൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്, അങ്ങനെ വളരെ അല്ലെ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാതെ നമുക്ക് കയർത്ത് സംസാരിക്കേണ്ടതായിരുന്നു. അതേസമയം ഇങ്ങനെ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ചില രീതിയിൽ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടും അല്ലെ. വലിയ റിലേഷൻഷിപ്പിന് തടസ്സമില്ലാതെ ഒരു പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുമോ? ചർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയായിരിക്കുമോ? സാധ്യതയുണ്ടാവും. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് എസെൻഷ്യലി പ്രോസസ്സാണ് in which employees act as a group in seeking to shape conditions അല്ലെ. അവിടെ എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണെന്ന് പറയുന്നത്, അതായത് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെ, ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് നല്ല റിലേഷൻഷിപ്പോട് കൂടിയിട്ട് നല്ല രീതിയിൽ ആ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സാണ്. അതായത് അവിടെ ചർച്ചകൾ സംഘടിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടും. സോ എന്താണ് അവരെ നേരിട്ട് നിന്ന് എന്താ പറയുക പിടിച്ചു പിടിച്ച് അല്ലെ അവിടെ നമ്മള് പച്ചയെടുത്ത് നമ്മൾ നേടിയെടുക്കുന്നത് വളരെ ശാന്തമായ തന്നെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വേരിയേഷൻ ഉണ്ട്. തിരിച്ചുണ്ടാവുമോ?
ഉണ്ടാവോ? അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നത് ആ ഒരു അദ്ദേഹത്തിന്റെ പേരിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കണെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലേക്ക് പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ് എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഓരോരുത്തരും എന്താണോ അല്ലെ അവരുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് മൈൻഡിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്ട്രീംലി ഡീപ്പായിട്ട് വിവരിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡറിന്റെ അഭിപ്രായത്തില് കളക്റ്റീവ് ബാർഗൈനിങ് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ് എന്ന് പറയുന്നത് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ടുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള കണ്ടീഷൻസ് ഒക്കെ നേടിയെടുക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പ്രോസസ്. ഓക്കെയാണ്. വീണ്ടും നെക്സ്റ്റ് പറയുന്നത് അക്കോർഡിംഗ് ടു ഫോക്സ്. അദ്ദേഹം എന്താ പറയുന്നത്? കളക്റ്റീവ് ബാർഗൈനിങ് ഇസ് ദ റെസൊല്യൂഷൻ of industrial problems between the representatives of employers and the freely designated representatives of employees acting collectively with a minimum of government regulation. ഓക്കെ, നമുക്കറിയാം അവിടെ തൊഴിലാളികൾക്കൊക്കെ നല്ല ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ കുറെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആരായിട്ടും മെച്ചപ്പാട് കിട്ടാതെ തന്നെ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ലഭ്യമാണ്. അല്ലേ? അത് ശരിയല്ലേ? ആക്ടുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻഡസ്ട്രിയിലെ ആക്ടുകളൊക്കെ ഫോളോ ചെയ്യേണ്ടത് നിയമാവലികളൊക്കെ വലിയതൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ നിയമ സാധ്യതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് അർഹതപ്പെട്ട എംപ്ലോയീസിന് അത് ലഭ്യമാക്കി കൊടുക്കും. അതല്ലെങ്കിൽ പെനാൽറ്റീസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതാണ് അല്ലെ? അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവില്ലേ? അപ്പൊ തീർച്ചയായിട്ടും നിയമാവലികൾ വരുന്നതാണ് എപ്പോഴും എംപ്ലോയീസിനെ സംബന്ധിച്ച് ഗുണം അല്ലെ? എംപ്ലോയീസിന് അനുകൂലമായിട്ടുള്ള നിയമാവലികൾ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ആ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. എന്താണ് ഫോക്സിന്റെ അഭിപ്രായത്തില്? Collective bargaining is the resolution of industrial problems between the representatives of employers and the freely designated representatives of employees. അതായത് ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് വ്യവസായത്തിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, ആര് തമ്മിലുള്ള തർക്കങ്ങൾ, തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള യൂണിയനുകളും തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് തമ്മിലുള്ള തർക്കങ്ങൾ, അതിന് ഉള്ള ഒരു സൊല്യൂഷൻ. അത് ഏത് രീതിയിലാണ് ആ സൊല്യൂഷൻസ്? ആക്ടിങ് കളക്റ്റീവ്ലി വിത്ത് മിനിമം ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻ. അതായത് ഗവൺമെന്റിന്റെ കുറച്ച് നിയമങ്ങൾ അല്ലെ, ഗവൺമെന്റിന്റെ വിലയിരുത്തൽ കുറച്ച് ആക്ടുകളൊക്കെയാണ് കൊണ്ടുവരിക. ആ രീതിയിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇവർക്ക് തമ്മിലുള്ള പരസ്പര തർക്കങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാവും അല്ലെ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, പ്രാക്ടീസ് ആക്ട് എന്നൊക്കെ പറഞ്ഞ കുറെ ആക്ടുകളൊക്കെ ഉണ്ട്. സോ ആക്ടുകൾക്കെല്ലാം നമുക്കറിയാം ഇതിലെ മെമ്പർഷിപ്പ് ഉള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇന്ന രീതിയിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ അനുവദിക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് കണ്ടു കാരിയർ സർവീസ് അല്ലെ, 250 ഒക്കെ കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള എംപ്ലോയീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കാരിയർ സർവീസ് എംപ്ലോയർ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ്. അതേമാതിരി തന്നെ PF അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി അല്ലെ, അങ്ങനെ കുറെ നിയമങ്ങളൊക്കെ നമുക്കറിയാം. ഇത്രയും മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടായെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രോബ്ലംസിന് സൊല്യൂഷൻസും ഉണ്ട്. സോ ഇവിടെ അക്കോർഡിംഗ് ടു ഫോക്സിന്റെ അഭിപ്രായത്തിൽ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ്. ആ സൊല്യൂഷൻസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പ്രോബ്ലംസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അവിടെ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് യൂണിയനുകളും തമ്മിലുള്ള പ്രോബ്ലംസുകളാണ്, പരസ്പരം തമ്മിലുള്ള പ്രോബ്ലംസുകളാണ്. അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഗവൺമെന്റിന്റെ ഡിക്റ്റേഷന്റെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് സൊല്യൂഷൻസ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, കളക്റ്റീവ് ബാർഗൈനിങ്ങില് ഫോക്സിന്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡെയിലി ഓർഡർ എന്താണ് പറഞ്ഞത്? ക്ലിയർ ഫോക്സ് എന്താണ് പറഞ്ഞത്? ഓക്കെ. ഇനി വീണ്ടും അക്കോർഡിംഗ് ടു RFC അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് നോക്കാം. Collective bargaining is a mode of fixing the terms of employment by means of a bargaining between an organized body of employees and an employer or an association of employers, usually acting through authorized agents. ഓക്കെ, നമുക്കറിയാം അംഗീകൃതമായിട്ടുള്ള ഏജന്റുകളായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും എംപ്ലോയിക്ക് വേണ്ടിയിട്ടും എംപ്ലോയർക്ക് വേണ്ടിയിട്ടൊക്കെ അവിടെ മാനേജ്മെന്റും യൂണിയനുകളൊക്കെ നിലകൊണ്ട് അവിടെ കാര്യങ്ങൾ ചെയ്യും അല്ലെ. ഇവിടെ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഒരു മോഡ് ഓഫ് ഫിക്സിംഗ് ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെ. അവിടെ ഒരു മാധ്യമമാണ്. അതായത്
ടേംസുകൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മാധ്യമമാണ് എന്തെന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. അതായത് കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ പരസ്പരം വരുന്നവര് ആരാണ്? ഓർഗനൈസ്ഡ് ബോഡി ഓഫ് എംപ്ലോയീസ്. ഓർഗനൈസ്ഡ് ബോഡി ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ആരായിരിക്കും? യൂണിയനുകളായിരിക്കും. അതായത് എംപ്ലോയർ അസോസിയേഷൻ ഓഫ് എംപ്ലോയേഴ്സ് അല്ലെ. അവിടെ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അസോസിയേഷൻ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു, അസോസിയേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവരൊക്കെ കൂടി പരസ്പരം എന്താണ് പ്രോബ്ലംസുകളൊക്കെ സോൾവ് ചെയ്യാൻ അല്ലെ. അസോസിയേഷൻ ഓഫ് എംപ്ലോയീസ് യൂഷ്വലി ആക്ടിങ് ത്രൂ ഓതറൈസ്ഡ് ഏജൻസ്. അവര് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? യൂണിയനുകളും അല്ലെങ്കിൽ എംപ്ലോയർ അസോസിയേഷനുകളും എന്തായിട്ടാണ് അവിടെ ഏജൻസികളായിട്ടാണ് അവിടെ ഓതറൈസ്ഡ് ഏജൻസി അല്ലെ, അംഗീകൃതമായിട്ടുള്ള ഏജൻസികളായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്, അതായത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ അവര് പ്രവർത്തിക്കുമ്പോൾ, പരസ്പരം പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു പ്ലാറ്റ്ഫോം, കോഡ് ഓഫ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്ലാറ്റ്ഫോം ആണ്. The essence of a collective bargaining is a bargain between interested parties and not a decree from outside parties. അല്ലെ, മറ്റൊരു പാർട്ടീസിനെ അല്ല അവിടെ ഉൾപ്പെടുത്തുന്നത്. അവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസി ആയിട്ടുള്ള യൂണിയനുകളും ദെൻ എംപ്ലോയറുടേതായിട്ടുള്ള അസോസിയേഷനുകളും അവിടെ പരസ്പരം പ്ലാറ്റ്ഫോമുകളിലുള്ള, അതായത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന പ്ലാറ്റ്ഫോമിൽ വരുന്നതുകൊണ്ടാണ് അവരുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. മറ്റൊരു തേർഡ് പാർട്ടിക്ക് അവിടെ ഇൻവോൾവഡ് ആവാനായിട്ടുള്ള സ്വാതന്ത്ര്യം അവിടെ അനുവദിക്കുന്നില്ല. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം തീർച്ചയായും അല്ലെ, എംപ്ലോയീസ് മാത്രം തൊഴിലുടമയോട് ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഇരിക്കുന്നത് കൊണ്ടാണ് പൊളിറ്റിക്കൽ സപ്പോർട്ടിന്റെ സഹായം, അതായത് യൂണിയന്റെ സഹായത്തോടു കൂടിയിട്ട് അവരെ ബാർഗൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ ബാർഗൈനിങ് പ്രോസസ്സിൽ അംഗീകൃതമായിട്ടുള്ള ഏജൻസികളാണ് എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. അതായത് പുറത്തുനിന്നുള്ള ഒരു യൂണിയനുകൾ, അതിൽ മെമ്പർഷിപ്പ് ഉള്ള, ആ ഒരു ഇൻഡസ്ട്രിയിൽ മെമ്പർഷിപ്പ് ഉള്ള യൂണിയനുകൾ തമ്മിലാണ് അവിടെ തീർച്ചയായിട്ടും ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്നുണ്ട് മോഡ് ഓഫ് ഫിക്സിംഗ് ദ ടേംസ് എംപ്ലോയ്മെന്റ് അല്ലെ. അവിടെ ആ ഒരു പ്ലാറ്റ്ഫോം വഴിയായിട്ട് തന്നെ അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സ് ചെയ്യാണ്. അതായത് പരസ്പരം അവർ ബാർഗൈൻ ചെയ്തിട്ട് ഒരു സൊല്യൂഷൻസിലേക്ക് എത്തും. അപ്പൊ പക്ഷെ ആക്റ്റീവായിട്ട് നിലകൊള്ളുന്നത് ആരാണ്? ഓതറൈസ്ഡ് ഏജൻസികളാണ്, യൂണിയനുകളും മാനേജ്മെന്റ്. Okay. The essence of a collective bargaining is a bargaining between interested parties and not a decree from outside parties. ഇവിടെ essence ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസ് അവരവരുടെ ഇൻട്രസ്റ്റുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് യൂണിയനുകൾ അവിടെ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ മാനേജ്മെന്റ് എംപ്ലോയറുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുത്തിട്ട് അവിടെ ബാർഗൈൻ ചെയ്യുന്നത്. മറ്റൊരു പാർട്ടി ഔട്ട്സൈഡ് പാർട്ടീസും അതിൽ ഇൻവോൾവ് ആകുന്നില്ല. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികളാണ് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിൽ ഇൻവോൾവ് ആകുന്നത്. ഓക്കെ, അപ്പൊ RFOCയുടെ അഭിപ്രായത്തിൽ എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓതറൈസ്ഡ് ഏജൻസികളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഫഷനാണ് കളക്റ്റീവ് ബാർഗൈനിങ്ങിന് RFOC അവിടെ വീക്ഷിക്കുന്നത്. ഓക്കെ, ഒന്ന് വേറെ കാര്യങ്ങളൊക്കെയാണോ? മലയാളത്തൊന്നും പഠിക്കണ്ട, പക്ഷെ ഒന്ന് ജസ്റ്റ് പേരുകളൊന്ന് ഓർത്തിരിക്കുക. അവർ എങ്ങനെയാണ് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിൽ അല്ലെ അവിടെ നിർവചിച്ചിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഓക്കെ, കളക്റ്റീവ് ബാർഗൈനിങ് എന്താണ് എന്നുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് ഓക്കെയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെയാണ്, കാരണം വീണ്ടും വീണ്ടും പല രീതിയിൽ അത് വ്യാഖ്യാനിച്ചു വരികയാണ്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ആണ് അവിടെ. ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് എടുത്ത് പോവാലോ, കണ്ടിന്യൂ ചെയ്ത് പോവാലോ? ഓക്കെയാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? ഹാർട്ടിന് പഠിക്കണമെന്നില്ല കേട്ടോ അഡ്മിഷൻസ്. നമുക്ക് തോന്നുന്നു നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ് അല്ലെ. ചാപ്റ്റർ രമ്യ മിസ്സിന് 1 hour ഉണ്ടോ? നമുക്ക് ചെറുതായിട്ട് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ളത് അധികം എടുത്ത് തീർക്കാനില്ല. അടുത്ത ക്ലാസ് കൊണ്ടൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമായിരിക്കും. അടുത്ത ക്ലാസ്സിൽ അതിനുശേഷം നമുക്ക് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന ചാപ്റ്ററിലേക്ക് കയറി പിടിക്കാം. കാരണം അത് അത്രയും മൂവ് ചെയ്തിട്ടില്ലല്ലോ, കുറച്ചും കൂടി എടുക്കാനേ കഴിയും.
സെക്കൻഡ് ചാപ്റ്റർ ഒരുമാതിരി അയ്യോ അറിയാറുണ്ട് അല്ലെ, 1 hour ഉള്ളൂ. കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഫീച്ചേഴ്സിലേക്ക് പോകാം. ഫീച്ചേഴ്സ് ഫോർ കളക്റ്റീവ് ബാർഗെയിനിങ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പോകാം. കളക്റ്റീവ് ബാർഗെയിനിങ് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് അറിയാം, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ സ്പീഡിൽ പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്. ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ കളക്റ്റീവ്, then equal bargaining strength, flexible voluntary, then last one continuous dynamic power relationship, representation, bipartite process, rule making and projected interest integral part. അങ്ങനെ 12 ഫീച്ചേഴ്സ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതറിയാവുന്നതാണ് അതിന്റെ സവിശേഷതകൾ. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ സവിശേഷതകൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇരുകൂട്ടരുണ്ടാവും, ഇരുകൂട്ടരുടെ കുറച്ച് ഇൻട്രസ്റ്റുകളുണ്ട്. ആ ഇൻട്രസ്റ്റുകൾ ഒരു കൂട്ടരും കുറച്ചൊന്നും ഒരുപാട് വിട്ടുവീഴ്ചയൊന്നും ഏതൊരു ഒരു കൂട്ടരും കൊടുക്കില്ല അല്ലെ. തൊഴിലുടമയാണെങ്കിൽ തൊഴിലാളികളാണെങ്കിൽ ഒരുപാട് വിട്ടുവീഴ്ചയൊന്നും ചെയ്യും. അവരിപ്പോ ഞങ്ങൾക്ക് സാലറി കൂട്ടി തരണമെന്ന് എംപ്ലോയീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനടി തൊഴിലുടമയെന്ന് സാലറി കൂട്ടി ഏതൊരു സ്ഥാപനത്തിലും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് തീർച്ചയായിട്ടും അവിടെ എംപ്ലോയർ തൊഴിലുടമ അല്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് അവിടെ അവരും കുറെ കാര്യങ്ങൾ അവർ നിരത്തും. ഞങ്ങൾ എത്രയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്, നമുക്ക് അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടാനായിട്ട് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴാണ് അതിന് കസ്റ്റമറൊക്കെ അത് മൈൻഡിലേക്ക് എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ കുറച്ചും കൂടി ഇതായിട്ട് തുടങ്ങിയേക്കാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ബിസിനസ് ഒക്കെ അവര് നൽകും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു ബാർഗെയിനിങ് പ്രോസസ്സാണ് അവിടെ നടപ്പാക്കുന്നത്. സോ അതിന്റേതായ സവിശേഷതകളുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് കളക്റ്റീവ്. It's a collective in 2 ways. Firstly, the workers are bargaining collectively for the common interest and the welfare of all the workers. Then, secondly, the management and the workers mutually arrive at an agreement beneficial of both through negotiations. അതായത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കളക്റ്റീവ് ആയിട്ട് വരുന്നത്. അതായത് മെയിൻ ആയിട്ട് എന്താണ് എംപ്ലോയീസിന്റേതായിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെ, അവർക്ക് വർക്കിംഗ് കണ്ടീഷന്റെ പോരായ്മയാണോ, അല്ലെങ്കിൽ സാലറിയുടെ ആണോ, വർക്കിംഗ് അവേഴ്സിന്റെ ആണോ, അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടാത്തതിന്റെ ആണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലതരത്തിലുള്ള താല്പര്യങ്ങൾ വർക്കേഴ്സിനുണ്ടാവും. അതെല്ലാം കളക്ട് ചെയ്യും അല്ലെ. നമ്മളൊരു ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് പല കാര്യങ്ങൾ എന്താണ് താല്പര്യം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കും അല്ലെ. അപ്പൊ അത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. ദെൻ സെക്കൻഡ്ലി ഇത് മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് മ്യൂച്വലി അറൈവ് ആറ്റ് ആൻ എഗ്രിമെന്റ്. അതായത് അവിടെ ഒരു എഗ്രിമെന്റിലേക്ക് ഇരുകൂട്ടരും എത്തിപ്പെടുകയാണ്. ബെനിഫിഷ്യൽ ഫോർ ബോത്ത് ത്രൂ നെഗോഷിയേഷൻ. ഇരുകൂട്ടർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് ചർച്ചയ്ക്ക് ഒരു ഫൈനലൈസേഷൻ കേട്ടുള്ളൂ. ഒരു കൂട്ടരും എന്താണ് അവർക്ക് ഒരുപാട് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണ് അല്ലെ. ഒരുപാട് പണിയെടുക്കാനായിട്ട് തൊഴിലാളികൾ തയ്യാറാവാത്തത് മാത്രമേ തന്നെ തൊഴിലുടമയും ഒരുപാട് ക്യാപിറ്റല് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേയ്മെന്റ് മറക്കാനായിട്ട് അവർ തയ്യാറാവും. സോ ഈക്വൽ ആയിട്ട് ഒരു എഗ്രിമെന്റിലേക്കാണ് എത്തിപ്പെടുകയുള്ളത്. ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത്. നമുക്കറിയാം ഇവിടെ ഇരുകൂട്ടർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് അല്ലെ, ഒരു ശക്തിയുണ്ട്. So the parties have equal bargaining strength and that is a feature of a collective bargaining. Collective bargaining മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈക്വൽ സ്ട്രെങ്ത് ആണ്. In the context of a collective bargaining, both the parties bargain from a position of equal strength as their bargaining strength is equal. This process can be called industrial democracy at the workplace. Okay, അവിടെ വ്യവസായത്തിൽ നല്ലൊരു ഡെമോക്രസി അല്ലെ. അവിടെ ഇരുകൂട്ടർക്കും നമുക്കറിയാം ഒരു തൊഴിലാളികളെ വേർതിരിച്ച് ഇല്ല, ഞങ്ങൾ മോണോപ്പൊളിയായിട്ട് അല്ലെ നമ്മൾ പുത്തനമായിട്ടുള്ള കുറെ പോളിസികൾ നടപ്പാക്കുകയുള്ളൂ എന്ന് അവകാശപ്പെടാനായിട്ട് മാനേജ്മെന്റിന് അല്ലെങ്കിൽ സാധ്യമല്ല. അവിടെ അവർക്ക് അല്ലെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് നമുക്കറിയാം ആ ഓർഗനൈസേഷനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. സോ അവിടെ ഒരിക്കലും അല്ലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈക്വൽ ആയിട്ടുള്ള സ്ട്രെങ്ത് എന്തെന്ന് മനസ്സിലാക്കാം. തൊഴിലുടമ തീർച്ചയായിട്ടും എംപ്ലോയി പറയുന്നത് എല്ലാം അക്സെപ്റ്റ് ചെയ്യണമെന്നുമില്ല. മനസ്സിലാക്കുക, തൊഴിലുടമയാണ്, അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ കിട്ടി തരുന്നത്. അതനുസരിച്ചിട്ട് നമ്മൾ നേടിയെടുക്കുന്നത്. തേർഡ് വൺ പറയുന്നത് ഫ്ലെക്സിബിൾ.
നമ്മള് ഇരുകൂട്ടരും വളരെ വാശി പിടിച്ചുകൊണ്ട് ആ ഒരു നിലയില് പിടിവാശി പിടിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ പ്രശ്നം അല്ലെ. Flexible. Collective bargaining is a group activity in which representatives of workers and management utilize their energies so that a solution can be obtained which is acceptable by both the parties. അപ്പൊ ഇരു പാർട്ടീസിനും അക്സെപ്റ്റബിൾ ആണ് ആ സൊല്യൂഷൻസ് അല്ലെ. അതിന് വേണ്ടിയിട്ട് ആരെങ്കിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം. ഓക്കെ, പിടിച്ച പിടിവാശിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. പ്രശ്നങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കാന്ന് മാത്രമേ പറ്റുള്ളൂ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റില്ല അല്ലെ. എന്തെങ്കിലും പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ പ്രശ്നത്തിന് എങ്ങനെയാണ് സൊല്യൂഷൻ അല്ലെ, എവിടെ നിന്നെങ്കിലും വിട്ടുവീഴ്ച ഇരു ഭാഗത്തു നിന്നും ഉണ്ടായാൽ മാത്രമാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. Inflexible or rigidity of thoughts and ideas should be avoided for smooth bargaining process. Inflexible അല്ലെങ്കിൽ കർക്കശമായിട്ടുള്ള നിലപാടൊക്കെ സ്വീകരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ പോകാൻ പോകാനായിട്ട് പറ്റില്ല. അതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കളക്റ്റീവ് ബാർഗെയിനിങ് ഇസ് എ ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്. അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. കളക്റ്റീവ് ബാർഗെയിനിങ് ആയിട്ട് ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ആണ് അല്ലെ. അത് കൊടുക്കുക എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇരുകൂട്ടരും അക്സെപ്റ്റബിൾ ആ രീതിയിലേക്ക് സ്വീകരിക്കണം. അക്സെപ്റ്റബിൾ അല്ലാത്തതിനെ റിജക്ട് ചെയ്യണം. പറ്റാവുന്നത് അത്രയും നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണ്. തൊഴിലുടമയാണെങ്കിൽ തൊഴിലാളികൾ. But the concerned parties arrive at the solution by exchanging their diverse views. അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള വ്യൂ പോയിന്റ്സുകൾ ഇരുകൂട്ടരും അവിടെ നിരത്തും. തീർച്ചയായിട്ടും അതിന് പറ്റാവുന്നതിനൊക്കെ റിസ്കുകളൊക്കെ എടുക്കാനായിട്ട് ഇരുകൂട്ടരും തയ്യാറായാൽ മാത്രമാണ് ഒരു എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. This is a distinctive characteristics of a collective bargaining. അല്ലെ, ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് ഇത്. കാരണം അവിടെ ഫ്ലെക്സിബിൾ ആവണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ചർച്ച സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ വിട്ടുവീഴ്ചയില്ല, ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാട് തൊഴിലുടമ സ്വീകരിച്ചു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. തൊഴിലാളികളാണെങ്കിൽ ഞാൻ ഇത്രയും വർക്ക് ഇങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടാകും. അപ്പൊ ഇരുകൂട്ടരും വിട്ടുവീഴ്ചയോട് കൂടിയിട്ട് അവിടെ നിലപാടുകൾ. നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ വോളണ്ടറി. എന്താണ് വോളണ്ടറി എന്ന് പറയുന്നത്? സമയതയാണ്. The act of coming together with the workers management cannot be forced or imposed upon anyone. ഒരിക്കലും ഫോഴ്സ് ചെയ്തുകൊണ്ട് അത് നിങ്ങൾ നടപ്പാക്കി പറ്റൂ, ഇതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കമ്പൽ ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ നടപ്പാക്കി കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ. അവിടെ ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ ഇരുകൂട്ടരും അവരുടേതായിട്ടുള്ള രീതികളൊക്കെ അവിടെ അവതരിപ്പിക്കും. പക്ഷെ കമ്പൽ ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഒരു വലിയ കുഴപ്പമില്ലാതെ അല്ലെ ഒരു സമമായ അല്ലെ എന്ന് വെച്ചാൽ ഒരു എഗ്രിമെന്റിലേക്ക് ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലെങ്കിലും ഇതിലെത്തിപ്പെട്ടാലാണ് അവിടെ വിജയിക്കുന്നത്. For the parties are volunteer to have a productive dialogues on various public issues. വ്യത്യസ്ത ഇഷ്യൂസുകളൊക്കെ എല്ലാവരും അവരുടേതായ രീതിയിൽ തന്നെ അവിടെ അവതരിപ്പിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. Views of each other are scrutinized extensively to find an agreeable solution. അതൊക്കെ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഒരു എഗ്രിമെന്റിലേക്ക് സൊല്യൂഷനിലേക്ക് എത്തിപ്പെടുള്ളൂ. Hence collective bargaining is a voluntary process. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം കളക്റ്റീവ് ആയിട്ട് നമ്മൾ സ്വീകരിച്ചിട്ട് അല്ലാതെ കമ്പല് ചെയ്തിട്ട് നമുക്ക് നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. നമുക്ക് അല്ലെ വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ അവരും അല്ലെ സ്ക്രൂട്ടനൈസ് ചെയ്ത് വെച്ചാൽ നിരീക്ഷണത്തിനൊക്കെ വിധേയമാക്കിയിട്ടാണ് ഒരു ഫൈനലൈസേഷനിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നത്. കണ്ടിന്യൂസ് ഒക്കെയാണോ വായിച്ചു നോക്കേണ്ടതുണ്ടോ? ലിസ്റ്റ് വായിച്ചു നോക്കാം. പേജസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. കളക്റ്റീവ് ബാർഗെയിനിങ് ഒന്ന് വായിച്ചു പോവാം. സമയം ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഒരാൾക്ക് സ്വന്തമായിട്ട് സമയം ചെയ്യാൻ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അല്ലെ. അതായത് പരസ്പരം തൊഴിലുടമയ്ക്ക് മസ്റ്റായിട്ട് സ്വമേധയാ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് എഗ്രിമെന്റ് ഫൈനലൈസേഷൻ നടത്താൻ പറ്റില്ല. പരസ്പരം യോജിച്ച രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം.
ആണോ? നോക്കിയല്ലേ വോളണ്ടറി സ്വമേധയാ ഉള്ളതാണ്, കമ്പലേത് നമുക്ക് എടുപ്പിക്കാൻ സാധിക്കില്ല. അതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. കണ്ടിന്യൂസ്. ഇത് നമ്മൾ ഈ പറഞ്ഞ മാതിരി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് പറയാം. അതായത് നമ്മളിപ്പോ ഒരു തീരുമാനം ചർച്ച സംഘടിപ്പിച്ചു. ഓക്കെ, ഇരുകൂട്ടരുടെ പ്രതിബന്ധങ്ങളൊക്കെ കേട്ട് ഒരു സൊല്യൂഷൻ എഗ്രിമെന്റിലേക്ക് എത്തി. ഞാനത് നടപ്പാക്കി. ചിലപ്പോൾ അത് നടപ്പാക്കിയപ്പോ കഴിഞ്ഞപ്പോഴായിരിക്കും അടുത്ത പ്രശ്നം തന്നെ. അങ്ങനെ വരാൻ സാധ്യതയില്ലേ? ഉണ്ടാവോ? നമുക്കറിയാം വലിയ വലിയ ഇൻഡസ്ട്രികളൊക്കെ ആവുമ്പോൾ ഒരു കാര്യം എഗ്രിമെന്റ് ചെയ്ത് അത് നടപ്പാക്കി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അങ്ങനെ നടപ്പാക്കിയത് കൊണ്ട് വീണ്ടും ഇഷ്യൂസുകൾ ഉണ്ടാകാൻ ചിലപ്പോൾ പഴയ നടപടികളിലേക്ക് തന്നെ പോകും. അങ്ങനെയുള്ള ചാൻസ് ഇല്ലേ? ഉണ്ടാവും. ചിലപ്പോ അടുത്ത പ്രശ്നം എന്താണോ അതിനൊരു പരിഹാരം കണ്ടെത്തലായിരിക്കും നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കളക്ടീവ് ബാർഗൈനിങ് ഈസ് നോട്ട് എ വൺ ടൈം പ്രോസസ് വിച്ച് ബിഗിൻസ് വിത്ത് നെഗോഷിയേഷൻ ആൻഡ് എൻഡ്സ് വിത്ത് എഗ്രിമെന്റ്. നമുക്കറിയാം, ഇത് ചർച്ചകൾ സംഘടിപ്പിച്ച് അവിടെ ചർച്ചകളിലൂടെയാണ് നമ്മൾ ഇതൊക്കെ അവതരിപ്പിച്ചു വരുന്നത്. ഒരു എഗ്രിമെന്റിലേക്കാണ് എൻഡിങ് വരുന്നത്. ഇറ്റ് ഈസ് ആൻ ഓൺഗോയിങ് ആൻഡ് കണ്ടിന്യൂസ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ എഗ്രിമെന്റ് വന്നിട്ട് വീണ്ടും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. When two parties agree on a matter, it is just starting of a collective bargaining. രണ്ടുപേരും കൂടി കൂട്ടി അല്ലെ, തൊഴിലാളികളൊക്കെ ഇൻ കേസ് ചിലപ്പോണെങ്കിൽ ടൈം അവർ ഒന്നുകൂടി ലഘൂകരിച്ച് തരാമെന്നുള്ളൊരു രീതിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ലഘൂകരിച്ച് വരുമ്പോൾ ചിലപ്പോൾ പ്രൊഡക്ഷൻ വളരെയധികം കുറവ്, എഫിഷ്യൻസി രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ഭയങ്കര നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയും അത് ലഘൂകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലെ, എനിക്ക് വേണമെങ്കിൽ സാധാരണ തരാം. മറ്റൊരു സൊല്യൂഷൻ അതായിരിക്കും അല്ലെ. അപ്പൊ അവിടെ പറയാണ് നമ്മളൊരു എഗ്രിമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് അല്ലെ, വീണ്ടും അതിന് പ്രോബ്ലംസുകൾ ഉണ്ടാകുമ്പോൾ അത് വീണ്ടും ചർച്ചകളും അത് സംഘടിപ്പിച്ചിട്ട് ചിലപ്പോൾ അടുത്തൊരു പരിഹാര രീതിയിലേക്ക് എത്തിക്കും അല്ലെ. അപ്പൊ നമുക്ക് when two parties agree on a matter, it is just the starting of a collective bargaining. This agreement has to be implemented in a continuous manner and further negotiation should be initiated. കണ്ടിന്യൂസ് മാനറിൽ ഈ എഗ്രിമെന്റ് നടപ്പാക്കുന്നു. ഇങ്ങനെ നടപ്പാക്കിക്കൊണ്ട് കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും നെഗോഷിയേഷൻ വേണ്ടി വരാം. അങ്ങനെ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ട് അതിൻ്റെതായ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. അങ്ങനെ നമുക്കറിയാം, ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു ടൈം ഉണ്ടാവില്ല അല്ലെ. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, എന്തെങ്കിലും ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇഷ്യൂസുകൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തണം. പരിഹാരങ്ങൾ കണ്ടെത്തിയതിനു ശേഷം അത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ വീണ്ടും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അതോടുകൂടി ചെയ്യും അല്ലെ. ചില ചർച്ചകൾ സംഘടിപ്പിച്ച് ഒരു എഗ്രിമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതോടുകൂടി പരിഹാരം കണ്ടെത്താം. പക്ഷെ ചില കാര്യങ്ങൾ അതല്ല, അതിനപ്പുറം വീണ്ടും ചർച്ചകളിലൂടെ തന്നെ പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കി കൊണ്ടുപോകേണ്ട അവസ്ഥയും ഉണ്ടാകും. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡൈനാമിക് ആണ്. എന്താണ് ഡൈനാമിക് എന്ന് പറയുന്നത്? നോക്കാം. The process of a collective bargaining itself is a dynamic one, as the concept undergoes a lot of changes and develops over time. Okay, നമുക്കറിയാം ഒരുപാട് ചേഞ്ചസുകൾ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ മാറ്റങ്ങൾ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വിധേയമാക്കേണ്ടതായിട്ട് വരും. There are several changes in the manner agreements arrive, their implementation process and the cognitive abilities of the parties. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന രംഗത്തെ കൂട്ടി ചില ചിന്താഗതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും മാറ്റങ്ങളൊക്കെ വരുന്നത്. പക്ഷെ പ്രതീക്ഷിച്ച ഫലം കണ്ടെത്താനായിട്ട് സാധ്യതയില്ലാതെ വരാം അല്ലെ. അതൊക്കെ നമ്മൾ ചിന്തിക്കും. ചിലപ്പോൾ ഇതിങ്ങനെ നടപ്പാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം കാര്യങ്ങളൊക്കെ ആയിട്ട് വരും എന്നുള്ളത് നമുക്ക് മനസ്സിൽ ഗ്രഹിച്ചത് കൊണ്ട് ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് അവരത് മാറ്റങ്ങൾ വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ചിലപ്പോൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. These rapid changes are responsible for making the process dynamic and evolved. ഓക്കെ, ഇപ്പൊ ചലനാത്മകമായിട്ട് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഇവിടെ അവശേഷിക്കുന്നത്. തീർച്ചയായിട്ടും ചർച്ചകൾ നടപ്പാക്കി നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഭേദഗതികളൊക്കെ വരുത്തി ചലനാത്മകമായിട്ട് തന്നെ ക്രിയാത്മകമായിട്ട് തന്നെ വേരിയേഷൻസ് വന്ന്
അത് നടപ്പാക്കി കൊണ്ടുപോകേണ്ടത് ഉണ്ടാവാനായിട്ട് സാധ്യത. കണ്ടിന്യൂസ് പ്രോസസ്സിനെ പോലെ തന്നെയുള്ള ഒരു കാര്യമാണ്, ചലനാത്മകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, ഒരു ഫീച്ചർ കൂടിയാണ് ഇതിന്റെ വൈദ്യുത ആക്ഷൻ പാർട്ടിയുടെ. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് അടുത്ത ഭാഗത്ത് തന്നെ എടുക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ എടുക്കാം. ഓക്കെ, 6th പോയിന്റ് വരെ നിങ്ങളൊന്ന് കിട്ടിയിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആണോ? ഓക്കെ, ഡൈനാമിക് എന്ന് പറയുമ്പോൾ കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തണം, ചലനാത്മകമാണെന്നുള്ളത്. The process of classifying itself a dynamic one answer the concept undergoes a lot of changes and develops over time. A time അനുസരിച്ച് നമ്മൾ ഒരു എഗ്രിമെന്റ് വെച്ചു, ഓക്കെ, ആ എഗ്രിമെന്റ് വെച്ച് നമ്മൾ നടപ്പാക്കി. പക്ഷെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ എഗ്രിമെന്റ് വെച്ച രീതിയിൽ തന്നെ ഫുൾഫിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചില ഐഡിയകൾ കൂടി ഒന്നിച്ച് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കപ്രദമാക്കേണ്ടതുണ്ടാവും. സോ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച എഗ്രിമെന്റ് വെച്ചുകൊണ്ട് നമ്മൾ അത് തന്നെ ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റണമെന്നില്ല, അല്ലെ? ചിലപ്പോൾ പുതിയ ചേഞ്ചസ് വരും. അതുകൊണ്ടാണ് പറയുന്നത് ഡൈനാമിക് വണ്ണം ആസ് ദ കൺസെപ്റ്റ് അണ്ടർഗോസ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ആൻഡ് ഡെവലപ്പ് ഓവർ ടൈം. ഓരോ ടൈമിനനുസരിച്ചിട്ട് അതിന്റെ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ചേഞ്ചസോ വരാം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്, എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടുന്നത്. ദെൻ ആ എഗ്രിമെന്റ് വെച്ച് നമ്മൾ ഫുൾഫിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും പുതിയ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് പുതിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വരാൻ വേണ്ടി സാധ്യതകളുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഡെവലപ്മെന്റിനനുസരിച്ചിട്ട് ചിലപ്പോൾ വേരിയേഷൻസും വരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അത് ചലനാത്മകമാണെന്ന് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആണെന്ന് പറയുമ്പോൾ അത് നടപ്പാക്കിയതിനു ശേഷം ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം, അത് നമുക്ക് വേരിയേഷൻസ് വരുത്തേണ്ടി വരും. ഡൈനാമിക് എന്ന് പറയുന്നത് നടപ്പാക്കിയതിനു ശേഷം പ്രശ്നങ്ങളൊന്നും വന്നില്ല, പക്ഷെ അതിനപ്പുറം മാറ്റങ്ങൾ വരുന്നുണ്ട്, അല്ലെ? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിനനുസരിച്ച് ചേഞ്ചസ്, ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ആണോ? ക്ലിയർ ആയോ? ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പ്ലാൻസ് എടുക്കാം. 6th പോയിന്റ് വരെ. ഓക്കെ, thank you.